സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ്. മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് മുൻവശം, ചേലക്കര. കർക്കിടക ചര്യകൾക്ക് ദിവ്യത്വമേകി കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഇല്ലനിറയും ആനയൂട്ടും നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ഭാഗമായി കർക്കിടകം 27 ഓഗസ്റ്റ് 11 ഇല്ലനിറ, ആനയൂട്ട് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ മായന്നൂർ ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും സംയുക്തമായാണ് കർക്കിടക മാസാചരണ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഓഗസ്റ്റ് 11 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ നടക്കുന്ന പരിപാടിയിൽ ഗജപൂജയും ഭഗവത് സേവ, മേളം, പുഷ്പാലങ്കാരം, പ്രസാദൂട്ട് എന്നിവയും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടാണ്. മുതലംചിറ ചന്ദ്രൻ ജാനകി ദമ്പതികളാണ് പ്രസാദൂട്ട് ക്ഷേത്രത്തിലേക്കായി സമർപ്പണം നടത്തുന്നത്. കർക്കിടകം 1 ജൂലൈ 16 ആരംഭിച്ച രാമായണ മാസാചരണത്തിൽ ദിവസേന രാമായണ പാരായണവും നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നുവരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകോവിലിന്റെ പണികൾ ഏതാണ്ട് പകുതിയിലധികം പൂർത്തിയായിട്ടുണ്ട്. ബാക്കി തറയുടെ പണി പൂർത്തീകരിക്കുന്നതിന് ഏകദേശം 20 ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുകയാണ്. ഭക്തജനങ്ങളിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രോപദേശക സമിതി അറിയിച്ചു. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹി KR വിജയകുമാർ കർക്കിടക മാസാചരണ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ചും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നു. തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ വളരെ വർഷങ്ങളായി രാമായണ മാസത്തിൽ നടന്നു വരാറുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട്, ഇല്ലനിറ, ഭഗവത് സേവ, പ്രസാദൂട്ട് എന്നിവ ഈ വരുന്ന ആഗസ്റ്റ് 11 ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 8:30 ഇല്ലനിറ, 9 മണിക്ക് ആനയൂട്ട്, 10 മണിക്ക് പ്രസാദ വിതരണം, 10:30 അന്നദാനം എന്നിവയാണ് പരിപാടികൾ. അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നതാണ്. നെൽക്കതിരുകൾ ഇവിടേക്ക് എത്തിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുമാണ്. കൊല്ലങ്കോട് എന്ന സ്ഥലത്തു നിന്നുള്ള ആണ് ഇവിടേക്ക് നെൽക്കതിരുകൾ എത്തിക്കുന്നത്. ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പകുതിയിലധികമായി. വളരെയേറെ ഭക്തജനങ്ങൾ നല്ല വിധത്തിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നല്ല സഹായമുണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് എല്ലാ നല്ലവരായ ഭക്തജനങ്ങളുടെയും മുഴുവൻ സാമ്പത്തിക സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. CCV ന്യൂസ്, കൊണ്ടാഴി.